റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാനും ജനസൗഹൃദമാക്കാനും ലക്ഷ്യമിട്ട് ഉദ്യോഗസ്ഥർക്കായി സിംഗിൾ സൈൻ ഓൺ സംവിധാനം നടപ്പിലാക്കുന്നു. പോർട്ടലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ മലപ്പുറത്ത് നിർവഹിച്ചു. റവന്യൂ സംവിധാനത്തെ അഴിമതിരഹിതവും വേഗതയേറിയതുമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ ജൻ പരിചയ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിർമ്മിച്ച പോർട്ടൽ റവന്യൂ ജീവനക്കാരുടെ ജില്ലാതല അവലോകന യോഗത്തിലാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇതോടെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വെവ്വേറെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിക്കാതെ തങ്ങളുടെ ഔദ്യോഗിക ഇമെയിൽ ഐഡി വഴി ഒറ്റത്തവണ ലോഗിൻ ചെയ്ത വിവിധ ഡിജിറ്റൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കും. പാസ്വേഡുകൾ മറന്നുപോകുന്നതും ഓരോ സേവനത്തിനും പ്രത്യേക ലോഗിൻ ചെയ്യേണ്ടി വരുന്നതും വഴിയുള്ള സമയനഷ്ടവും ഫയൽ നീക്കങ്ങളിലെ കാലതാമസവും ഇല്ലാതാക്കാൻ ഈ പുതിയ സംവിധാനം സഹായിക്കും. ഭൂമി സംബന്ധമായ സേവനങ്ങൾ, ഡിജിറ്റൽ റവന്യൂ കാർഡ്, HRMS, KBT, SSP, പ്രവാസി മിത്രം, അലേർട്ട്, കോവിഡ് എക്സ്ഗ്രേഷ്യ, എൻഡോസൾഫാൻ, ദുരിതബാധിതർക്കുള്ള നഷ്ടപരിഹാര പോർട്ടൽ തുടങ്ങിയവയാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന സേവനങ്ങൾ. ബാക്കിയുള്ള എല്ലാ റവന്യൂ ആപ്ലിക്കേഷനുകളും ഈ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയുന്നതിലൂടെ സേവനങ്ങൾ കൂടുതൽ സുതാര്യമായും വേഗത്തിലും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ കാര്യങ്ങളെക്കുറിച്ചൊരു ഏകദേശ ചിത്രം നിങ്ങൾക്കും എനിക്കും ബോധ്യമായതാണ്. നിങ്ങൾ റവന്യൂവിൽ തന്നെ പല ഭാഗങ്ങളിൽ ഇരുന്നുള്ളൂ. സർദാരുമായിട്ടോ ഡെപ്യൂട്ടി കളക്ടറായിട്ടോ അതിൻ്റെ ഒരു ചെയർമാറ്റൊക്കെ നിങ്ങൾ നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് ചിലപ്പോൾ നമ്മൾ അതിനകത്ത് ഉടൻ വന്നതാണ്, കഴിഞ്ഞ ആഴ്ച വന്നതാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ കീഴിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പുതിയ ചാർജ് എടുത്തതായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര ഹോംവർക്ക് നടത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ ഏറ്റവും നല്ല രീതിയിൽ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തു. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. നമ്മൾ അണ്ടർ ഡേയ്സ് പ്രോഗ്രാം, അതുപോലെ തന്നെ പട്ടയം കൊടുക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ജനങ്ങളുടെ മറ്റു പ്രശ്നങ്ങൾ, അതിലൊക്കെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്കുണ്ടാവണം. പിന്നെ ഇവിടെ കളക്ടർ സൂചിപ്പിച്ചു, നിങ്ങൾ ചിലർ പറഞ്ഞു, നമുക്ക് എല്ലാ വില്ലേജ് ഓഫീസുകളും മറ്റ് ജില്ലകളിലൊക്കെ വില്ലേജ് ഓഫീസേഴ്സിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞ കാര്യങ്ങൾ, അവർ കമ്പ്യൂട്ടർ മറ്റ് സംവിധാനങ്ങൾ, അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സ്മാർട്ട് വില്ലേജ് പോലെ തന്നെ ചെറിയൊരു എമൗണ്ട് നമ്മൾ അത്തരം നമ്മുടെ വില്ലേജ് ഓഫീസുകളിൽ ഇത്തരം കാര്യങ്ങൾ സെൻഷൻ ചെയ്യുന്നതിന് ഉള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.